നിനക്ക് കുഞ്ഞു അവയെ തരത്തില്ല. ഇത് നിനക്ക് വളർത്താനുള്ള കുഞ്ഞിനെ കൊടുക്കാത്തതിൽ കുട്ടിമണിക്ക് വിഷം. മരിച്ചുപോയ കുഞ്ഞിമണിക്ക് സന്തോഷമാകാൻ കുഞ്ഞിനെ ഉപദ്രവിക്കണമെന്ന് മതികല നിർബന്ധിക്കുന്നെങ്കിലും കുട്ടിമണിക്ക് അതിന് കഴിയുന്നില്ല. മതികല കുഞ്ഞിനെ കടിച്ചിട്ട് കുട്ടിമണി കടിച്ചതാണെന്ന് പറയുന്നു. കുട്ടിമണിക്ക് വേണ്ടി മനസ്സജൻ കുഞ്ഞിനോട് മാപ്പ് ചോദിക്കുന്നു. പിച്ചള കുട്ടിമണിയെ കാണാൻ വയലൂർ വീട്ടിലെത്തുന്നു. തുടർന്ന് കാണുക. ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ ബായ്, എന്താ കുട്ടിമണിക്ക് പറ്റിയത്? എന്തിനാ കുട്ടിമണി കരയുന്നത്? എന്നെ തല്ലി വിത്തില്ല. കുഞ്ഞിനെ തല്ലി. എന്താണെന്ന് കേട്ടില്ലേ? കുഞ്ഞിനെ കടിച്ചെന്ന്. സീത എടുത്തിട്ട കുഞ്ഞിനെ കുട്ടിമണി കടിച്ചെന്ന്. അതിന് ബാലേട്ടൻ തല്ലി. ബാലേട്ടൻ തല്ലിയോ? ബാലേട്ടനും ബോധല്യതായോ ഈ അവസ്ഥയിലിരിക്കുന്ന കുട്ടിമണിയെ? കുട്ടിമണി കുഞ്ഞാവയെ കടിച്ചോ? ഞാനൊന്നും കടിച്ചിട്ടില്ല. കുട്ടിമണി കുഞ്ഞുമാവിടെ മുറിയിൽ പോയിരുന്നു. ഞാൻ മുറിയിൽ പോയായിരുന്നു, അത് സത്യ. ബായ്, ഇവള് കടിച്ചിട്ടുണ്ടാവും പിച്ചളെ. കുഞ്ഞിന്റെ കൈ ചുവന്ന് തടിച്ച് കിടപ്പുണ്ട്. ഞാൻ ക്ഷമ ചോദിച്ചു. അല്ലാതെ എന്ത് ചെയ്യാനാ? കുട്ടിമണിയെ കൊണ്ട് കളയാൻ പറ്റുമോ? കഴുത്തിരിച്ച് കൊല്ലാൻ പറ്റുമോ? ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കാതെ ബായ്. ഇതാ ഓറഞ്ച് മുന്തിരിയ കഴിച്ചോ? എനിക്കൊന്നും വേണ്ട. അതെന്താ വേണ്ടാത്തത്? എനിക്ക് വേണ്ടേ. കുട്ടിമണിക്ക് ഓറഞ്ച് ഭയങ്കര ഇഷ്ടല്ലായിരുന്നു. മുമ്പ് പിച്ചള എന്തുമാത്രം ഓറഞ്ച് മേടിച്ചു തന്നിട്ടുള്ള. നേരത്തെ എനിക്ക് ഓറഞ്ച് ഇഷ്ടമായിരുന്നു. ആ ഓറഞ്ച് ഞാൻ കഴിച്ചിരുന്നതേ എന്റെ കുഞ്ഞു മേടിച്ചു തന്നെയായിരുന്നു. ഇപ്പൊ എന്റെ കുഞ്ഞാനില്ലല്ലോ. എന്റെ കുഞ്ഞാനി തത്തുമില്ലേ? എന്റെ കുഞ്ഞാനെ കുഴിച്ചിട്ടില്ലേ? ഓറഞ്ച് വേണ്ട, വേണ്ട, കൊണ്ടുവച്ച വേണ്ട. ബായ്, കുട്ടിമണി എങ്ങനെ വിട്ട പറ്റത്തില്ല. ബാ. ആ കുട്ടിമണിപ്പെങ്ങള് മിടുക്കിയായിട്ടിരിക്കാണല്ലോ. ബായ്, ബായ് അല്ലേ പറഞ്ഞത് കുട്ടിമണിപ്പെങ്ങള് വഴക്കുണ്ടാക്കിന്നൊക്കെ? എന്റെ പൊന്നു പിച്ചളെ, ഇനി അത് പറ. അടുത്ത വഴക്ക് അവള് തുറന്നു. എന്റെ കുട്ടി വഴക്കാളിയൊന്നുമല്ല, പാവുക. അതല്ലേ മനസ്സിനിങ്ങനെ കൊണ്ടു കിടക്കുന്നേ. ഒന്നും പറയണ്ട. ഇന്നലെ നീ എന്നെ വഴക്ക് വന്നായിരുന്നു. ഞാൻ കുഞ്ഞാവെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞു. സത്യം പറ, കുട്ടിമണിപ്പെങ്ങള് കുഞ്ഞുവാവൻ എന്തെങ്കിലും ചെയ്തോ? സത്യമായിട്ട് ഞാനൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേ? കണ്ണുമരത്ത് കുത്തി തരും ഞാൻ പറഞ്ഞേക്കാ. ബായ്, കണ്ണുമർമെന്നുള്ള പഴയ പദങ്ങളൊക്കെ വരുന്നു. കുട്ടിമണി പഴയ കുട്ടിമണിയായി വന്നോണ്ടിരിക്കുക. അല്ല, കുട്ടിമണി കുഞ്ഞാവയെ കടിച്ചിട്ടുണ്ട്. കള്ളം പിട്ടല്ലേ കോട്ട് കുറ്റാൻ. ഞാൻ ആരുടെയും കുഞ്ഞാവെ കടിച്ചിട്ടില്ല. എനിക്ക് എന്റെ കിങ്ങിനിയുണ്ട്, കുഞ്ഞാനിയുണ്ട്. അത് മതി. ഉണ്ടാ കണ്ണു ഞാൻ പൊറ്റിയാലേടാ. കുട്ടിമണി, പിച്ചള ഒന്നും ചെയ്യല്ലേ. പിച്ചള പാവല്ലേ? ചെയ്യാൻ നാക്ക് ഞാൻ പറിച്ചു കൂടക്കളെ. ബായ്, കുട്ടിമണി പെട്ടെന്ന് ഓക്കെ ആയിക്കോളും. അതില് ബായ്ക്ക് ഒരു ടെൻഷനും വേണ്ട. കുട്ടിമണി, ഞാൻ കുട്ടിമണിയുടെ സൈനാധിപനല്ലായിരുന്നോ? രാജകുമാരിയുടെ സൈനാധിപൻ. ബഹുമാനത്തിൽ വേണേ ശമാരിച്ചാൻ എന്നോട്. ബഹുമാനം എന്നൊക്കെ പറയാൻ പഠിച്ചല്ലോ. അതൊക്കെ എനിക്ക് അറിയാം. ആ ഒരു ഗമയിൽ വേണേ എന്നെ നിർത്താൻ പറഞ്ഞത് മനസ്സിലായോ? ഇതാ വേണ്ട. കുട്ടിമണിപ്പങ്ങൾ രാജകുമാരി തന്നെ. വെറും രാജകുമാരിയല്ല, മഹാറാണി. ഞങ്ങളെല്ലാം കുട്ടിമണിപ്പെങ്ങളുടെ താഴെയാ. കുട്ടിമണിപ്പെങ്ങൾ ആരും ഉപദ്രവിക്കില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞു കൊടുക്ക് മനസ്സിയമ്പായിയോട്. ആര്? മനസ്സ് ജമ്പായിയോ? അങ്ങനെയല്ലേ പിത്തല വിളിച്ചേ. പിന്നെന്നാ പിത്തല എന്നോട് വഴക്കുണ്ടാക്കാൻ വന്ന കോന്തരാവും കേട്ടോ. കോന്തര
ചുമ്മാ വഴക്കുണ്ടാക്കാം. എനിക്ക് സന്തോഷായി ബായ്. കുട്ടിമണി നമ്മുടെ പഴയ കുട്ടിമണിയായി വന്നുകൊണ്ടിരിക്കുക. അതെ രാജകുമാരി, ഞാന് ഈ മനസ്സിജമ്പായിട്ട് പുറത്തു പോവുക. വഴക്കുണ്ടാക്കാതെ ഇവിടെ ഇരിക്കോ? ഞാൻ ആരോടും വഴക്കിനൊന്നും പോത്തില്ലേ. എങ്ങും ഇറങ്ങി പോകരുത്, ആരോടും വഴക്കുണ്ടാക്കരുത്. അതെ, കുഞ്ഞു വാവയെ നോക്കരുത്, ഒന്നും ചെയ്യരുത്. ഇല്ലെന്ന് പറഞ്ഞില്ലടാ മനുഷ്യ. ഇനി നിന്റെ കണ്ണുമവനത്തിനിട്ട് വേണോടാ കുത്ത്. വേണ്ട ബൈ. എന്നാ പിന്നെ നീങ്ങാൻ ബൈ. ഒരു കാര്യം പറയാനുണ്ട് കുട്ടു. ഞാനിനി ഒന്നും പറയണ്ട മനുഷ്യൻ. പോ ഞാനേ വലിയൊരു കാര്യം ആലോചിച്ചോണ്ടിരിച്ചോ. ബൈ പോവാം. കുഞ്ഞാനിയേ, എടി മോളെ, കുഞ്ഞുമണി മാവേ, അമ്മ വന്ന്. അതെ അച്ഛയില്ലേ, അച്ഛാ പിത്തലമാമൻ വന്നപ്പേ ജോലി കിട്ടാൻ വേണ്ടി പിത്തലമാമന്റെ കൂടെ പോയിക്കുവാ. ജോലി കിട്ടിയാലല്ലേ എനിക്കും മോക്കും ഒക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റൂ. ഭക്ഷണം കഴിച്ചാലല്ലേ വളരത്തുള്ളൂ. അമ്മയും വളരണം, എന്റെ മോള് ഇവിടെ കിടന്നങ്ങ് വളരണം. രണ്ടുപേർക്കും വളരണ്ടേ, അതിന് ഭക്ഷണം കഴിച്ചണം. വേണ്ടേ വേണ്ടേ? എടി ഇങ്ങോട്ട് വാ. എന്താ അമ്മേ, എന്താ കാര്യമെന്ന് പറ. കാര്യം പറയാനൊന്നുമില്ല, കാര്യം കാണിച്ചു തരാം. വാ വാ ഇങ്ങോട്ട്. ദേ അങ്ങോട്ട് നോക്ക്. കണ്ടോടി നീ? കുഞ്ഞാനിയേ മോളെ, എന്താ പ്രാന്താണെന്ന് പറയുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ? അമ്മേ, അത് കുട്ടിമണിയുടെ സ്വഭാവം അറിഞ്ഞൂടെ? എന്ത് സ്വഭാവമാണെങ്കിൽ എന്താ, ഇത് ഭ്രാന്ത് തന്നെയാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. പാവയെ എടുക്കുന്നു, കൊഞ്ചിക്കുന്നു, കളിപ്പിക്കുന്നു, കുഴിമാടത്തിന്റെ അടുത്തിരുന്ന് തന്നെ താൻ വർത്താനം പറയുന്നു. ഓ, എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നുണ്ട് കേട്ടോ. അമ്മ പേടിക്കണ്ട, ഞാൻ പോയി കുട്ടിമണിയെ വിളിച്ചോണ്ട് വരാം. നീ പോവൊന്നും വേണ്ട, അത് അവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഇരുന്ന് അതിന് മനസ്സിന് സമാധാനം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ഇനി നീ വിളിച്ചോണ്ട് വന്ന് അതിന്റെ ദേഷ്യം മുഴുവൻ ചിലപ്പോ കൊച്ചിനോടാവും. അത് വേണ്ട അമ്മേ, ഞാൻ പോയി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ദേ നിന്നെ ഞാനിത് വിളിച്ച് കാണിച്ചതേ ആ പെണ്ണിന്റെ മാനസികാവസ്ഥ കാണിച്ചു തരാനാ. അതുകൊണ്ട് ഒരകലെ വിട്ട് നിന്നോളണോന്ന് പറയാനാ. നീ വന്നേ, അമ്മ ഇങ്ങോട്ട് വരേ. നീ സ്വർഗത്തിൽ പോയനെ, എനിക്ക് നിന്നോട് അങ്ങനെ ഒരു പെനക്കൊന്നും ഇല്ല കേട്ടോ. പക്ഷെങ്കി സങ്കടമാണ്. നീയും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മറ്റേ കുഞ്ഞാവയുടെ കൂടെ ഭയങ്കര രസമായിരുന്നേന്. നിന്നെ കാണാൻ പറ്റാത്ത എന്റെ സങ്കടം ഉണ്ടമ്മ, അറിയാവോ? എന്താ കുട്ടിമണി ഇവിടെ? ഞാന് എന്റെ കുഞ്ഞുമണിയെ കാണാൻ വന്നെയാ. എന്നാ ചേച്ചി? ഒന്നുമില്ല. എന്നാലും എന്റെ കുട്ടിമണിയുടെ കുഞ്ഞുമണിയെ കുഴിച്ചിടേണ്ടി വന്നല്ലോ. അതങ്ങ് സ്വർഗത്തിൽ പോയതല്ലേ? അങ്ങ് സ്വർഗത്തില് ദൈവത്തിന്റെ അടുത്ത്. ദൈവത്തിന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞ ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. ഇനി ഞാൻ സ്വർഗമല്ല നരകത്തിൽ എന്തെങ്ങാനും പറഞ്ഞ കുട്ടിമണി അതിന് വഴക്കുണ്ടാക്കാനായിട്ട് വരും. ഇപ്പം വല്യേച്ചിക്ക് കുട്ടിമണിയോട് ഇഷ്ടം വല്ലതും ഉണ്ടോ? കുഞ്ഞിനെ കാണിച്ചു തരാൻ സന്തോഷമുണ്ടോ? എന്നോട് ആർക്കും ഇഷ്ടമില്ല, സന്തോഷമില്ല. ഞാൻ കുഞ്ഞാവ് ഉപദ്രവിച്ചു എന്നല്ലേ എല്ലാരും പറയുന്നേ. കുട്ടിമണിയെ ഇവിടെ എല്ലാവരും വെറും മണ്ടിയാക്കുക. കുട്ടിമണിയോട് ആർക്കും ഇഷ്ടമല്ല. ഇവിടെ കുട്ടിമണിയോട് ഇഷ്ടമുള്ളത് ആർക്കാ? മനുഷ്യന്. മനസ്സജന് ഇഷ്ടമുണ്ട്. അതല്ലാതെ ആർക്കാ ഉള്ളത്? ഈ കൊച്ചേച്ചിക്ക്. ഒരു കാര്യം ചോദിക്കട്ടെ, കൊച്ചേച്ചി പോയിട്ട് വല്യേച്ചിയുടെ കുഞ്ഞിനെ എടുത്ത് കുട്ടിമണിക്കങ്ങ് തരട്ടെ. കുട്ടിമണി അതിനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും അങ്ങ് പൊക്കോ. എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടെങ്കിലും അങ്ങ് പോവാൻ. പണ്ടൊക്കെ കുട്ടിമണി ഇറങ്ങി പോവാറില്ലേ? അതുപോലെ കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ അങ്ങ് പൊക്കോ. കുട്ടിമണിക്ക് പേടിയോ? നാണക്കേട്. ഛെ, അങ്ങനൊന്നും പറയല്ലേ. അങ്ങനെ പോയാലുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? എന്നാ ഗുണവാ? കുഞ്ഞുമണിയെ കുട്ടിമണിക്ക് തന്നെ വളർത്താം. വല്യേച്ചിയും വല്യേട്ടനും ഒന്നും തിരക്കി പിടിച്ച് പുറകെ വരത്തില്ല. കുട്ടിമണിക്ക് കുഞ്ഞിനെ കിട്ടുകയും ചെയ്യും.
പക്ഷെങ്കി അത് വല്യച്ഛന്റെ കുഞ്ഞാവില്ലേ, എന്റെ കുഞ്ഞല്ലല്ലോ. അത് കുട്ടിമണിയുടെ കുഞ്ഞുമണിയാണെന്ന് കരുതി അങ്ങ് വളർത്തിയ പോരെ. ആരും കാണാതെ ഞാൻ കൊച്ചിനെടുത്ത് കൈ തരട്ടെ. കുട്ടിമണി അതിനെ കൊണ്ട് പോകാമോ? പോണ് കിനികിനിന്ന് പറയുന്നു, കിനികിനിന്ന്. ആ ചന്ദ്രുവേട്ടാ പറ. ഇപ്പോഴോ? വീട്ടിലേക്കോ? ശരി, ഞാൻ വരാം. നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കിയാൽ നമ്മൾ കരുതുന്നതിനും അപ്പുറത്താണ് കാര്യങ്ങൾ. അമ്മയ്ക്കെന്താ പേടിയായി തുടങ്ങിയോ? പേടിയുണ്ടോന്ന് ചോദിച്ചാൽ മതി. ഒന്ന് പതറിയാൽ, ഒന്ന് വീണാൽ എല്ലാം അതോടെ തീരത്തില്ല. ആന്റി, ചന്ദ്രു ഇവിടെ നിൽക്കുകയല്ലേ? അതല്ല ചന്ദ്രു, ഇന്നലെ സേനം വിളിച്ചിരുന്നു നിന്റെ അച്ഛൻ. എന്തു പറഞ്ഞു? ഇൻവെസ്റ്റിഗേഷൻ സ്ട്രോങ് ആണെന്ന് പറഞ്ഞു. ഒരുപാട് സൂക്ഷിക്കാനും. ഒന്നും സംഭവിക്കില്ല ആന്റി. ചന്ദ്രുവേട്ടന്റെ മനസ്സിൽ എന്താ? അമ്മ പറയും പോലെ ഒന്നും സംഭവിക്കില്ലെന്ന് നമ്മൾ വിചാരിക്കുമ്പോ എന്തെങ്കിലും സംഭവിച്ചാലോ? എന്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ നമ്മുടെ എതിർചേരിയില്ല. നിനക്കാ ഭർത്താവിനെ വേണോടി? അത് രണ്ടാമത്തെ കാര്യം. കേസ് തിരിച്ചടിച്ചാൽ എന്തു ചെയ്യും അത് പറയേ. മതി. നിന്നെ ഞാൻ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത് എന്തിനാ? എന്തിനാ? നിന്റെ സേഫ്റ്റിക്ക് എനിക്കൊരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അല്ലേ മതി? അതെ. അപ്പോ ഞാൻ എന്റെ മനസ്സിൽ ഒരു സ്കെച്ച് വരച്ചിട്ടുണ്ടെന്ന് നീ കാണണം. മനസ്സിലായോ? ചന്ദ്രുവേട്ടൻ എന്നെ കെയർ ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്കിപ്പോഴും ഒരു ഭയമുണ്ട്. ഉറക്കത്തിൽ പോലും എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. അമ്മായിയമ്മയുടെ മരണത്തിന് പിന്നിൽ മരുമകൾ എന്ന പേരിൽ ഞാൻ ജയിലിലാവുക, കൈവിലങ്ങ് വെച്ച് വഴിയിലൂടെ നടത്തപ്പെടുക. എനിക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല. നീ ചിന്തിക്കണ്ട. ഈ കേസിൽ നീ അകത്തു പോവില്ല. അത് ഞാൻ ഉറപ്പു തരാം. പോരെ? എങ്ങനെ ചന്ദ്രു? അതാ എനിക്കും അറിയേണ്ടത്. ആന്റി പേടിക്കണ്ട. എന്താണ് കളിയെന്ന് ചന്ദ്രു പറഞ്ഞു തരാം. അതിനുള്ള ആള് ഇപ്പോഴെത്തും. ദൈവത്തിന്റെ കൈ. ഞാൻ പറഞ്ഞില്ലേ ദൈവം വരുമെന്ന്. വന്നു. ശിവ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അച്ഛൻ കണ്ട് വീണ്ടും വല്ല പ്രശ്നമാവത്തില്ലേ? ഞാൻ വിളിച്ചു വരുത്തിയതാ. എന്താ ചന്ദ്ര ഉദ്ദേശം? അത് പറ. ശിവയെ മുന്നിൽ നിർത്തിയായിരിക്കും ഇനി നമ്മൾ കളിക്കാൻ പോകും. മതികല മാഡം നേരത്തെ പറഞ്ഞ ചില കളികളാ. ശാരദാമ്മ മർഡർ കേസിൽ പിടിവീണാൽ പോകുന്ന പോക്കിൽ മനസ്സിനെയും കൊണ്ടേ പോകൂ. എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞു കൊടുക്ക് ശിവ. ആന്റി ഒന്ന് കേക്കട്ടെ. ശാരദാമ്മയെ കൊന്നത് ഞാനാണെന്ന് ഞാനങ്ങ് സമ്മതിക്കും. പോലീസിന്റെ ഒറ്റ ചോദ്യത്തിൽ തന്നെ. അയ്യോ, അതെല്ലാവർക്കും പ്രശ്നമാവില്ലേ? ആർക്കും ഒരു പ്രശ്നവുമില്ല. മതികല മാഡത്തിന് എന്തെങ്കിലും കുഴപ്പം വരുമെന്ന് കരുതി മാഡം പേടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ പോകുന്ന പോക്കിൽ മനസ്സുജനെ കൊണ്ടേ പോകുള്ളെന്ന്. അവൻ പറഞ്ഞിട്ടാണ് ശാരദാമ്മയെ കൊന്നതെന്ന് ഞാനങ്ങ് പറയും. അത് പോലീസ് വിശ്വസിക്കോ? 2 പോസിബിലിറ്റീസ് ഉണ്ട് ആന്റി. ഒന്നുകിൽ മന്ദബുദ്ധിയായ ഭാര്യയെ കൊല്ലാൻ മനസ്സുജൻ ഉറ്റ സുഹൃത്തിനെ വിട്ടുവെന്ന് പറയാം. അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ കൊല്ലണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച അമ്മായിയമ്മയെ മനസ്സുജൻ കൊല്ലാൻ തീരുമാനിച്ചു. അതിന് സുഹൃത്തിനെ വിട്ടു. അത്രേ ഉള്ളൂ. അത് കൊള്ളാം. പക്ഷേ പോലീസ് വിശ്വസിക്കോ? വിശ്വസിപ്പിക്കണം.
ഇന്നെങ്കിലും പറഞ്ഞ സമയത്ത് വന്നല്ലോ. ബ്ലോക്ക് ഒന്നുമില്ലായിരുന്നു മാഡം. ആ മനസ്സിലായി. ഞാൻ വിളിച്ചു വരുത്തിയത് ചില പ്രധാന കാരണങ്ങൾ പറയാനാ. ഇതുവരെ നിങ്ങൾ ആ കുട്ടിയെ എവിടെ കൊടുത്തു എന്ന് പറഞ്ഞില്ലല്ലോ. മേഡം അതെനിക്ക് അറിയണമല്ലോ. കാരണം നാളെ കൊടുത്തുവിട്ട കൊച്ച് വയലൂരും വീട്ടിലേക്ക് തന്നെ വരാൻ പാടില്ലല്ലോ. അത് ഉറപ്പാക്കേണ്ടത് എന്റെ ബാധ്യതയല്ലേ? സത്യം അങ്ങ് പറ മേരി, എന്തിനാന്ന് വിൽക്കുന്നേ? മേഡം അതിന് ഇതുവരെ ആർക്കും വിൽക്കാനായിട്ടില്ല. എന്താന്ന് വെച്ചാല് അതിന് വിൽക്കാൻ പറ്റിയില്ലെന്നോ? എന്റെ മേഡം, ഇത് ചക്കയും മാങ്ങയോ വല്ലോ ആണോ കുട്ടയ്ക്കകത്ത് എടുത്ത് വെച്ചുകൊണ്ട് പോയി കച്ചവടം നടത്താൻ? നിർത്തടി. നീ എന്നെ പറ്റി എന്താടി കരുതിയത്? നീ എന്നോട് പണം മേടിച്ചോണ്ട് പോയത് എന്തിനാടി? കൊയ്യെടുക്കൊച്ചെ. കൊച്ചു വലിയ വീട്ടിലെ കൊച്ചായിരിക്കും. പക്ഷേ എന്റെ ഈ ചേരിയിലെ ചേർന്നാർന്ന കൈകൊണ്ടേ മോന്തി കിട്ടുന്നത് തന്നാണല്ലോ. നല്ല പിന്നെ കാശ് തന്നിട്ട് മുഴുപ്പ് പറയുന്നു. കാശ് തന്നിട്ടുണ്ടെങ്കിലേ അതിനുള്ള ജോലിയും ചെയ്തിട്ടുണ്ട്. ആ കൊച്ചിനെ ഞാൻ ഏറ്റെടുത്തില്ലേ? രഹസ്യമായിട്ട് സൂക്ഷിച്ചില്ലേ? പിന്നെ ഭയപ്പെടുത്താൻ നോക്കുന്നോ? വേണമെങ്കിൽ ഞാൻ അതിനെ വയലോരം വീട്ടിന്റെ വരാന്തയിലേ കൊണ്ടുവന്ന് കിടത്തി ഒരു കത്ത് എഴുതി വെച്ചിട്ട് ഞാൻ എന്റെ പാട്ടിനങ്ങ് പോകും. ഇത് ബാലേന്ദ്രന്റെ കൊച്ചാണെന്നും മറ്റേ കൊച്ചിനെ മാറ്റിയത് നിങ്ങൾ പറഞ്ഞിട്ടാണെന്നും ഞാൻ കത്തെഴുതി വെക്കുകയും ചെയ്യും. എന്റെ മേരിച്ചേട്ടത്തി എന്തായത്? ഞാൻ എന്റെ വിഷമം കൊണ്ട് ഇമോഷണൽ ആയെന്ന് വെച്ച് ഒന്നുമില്ല മാഡം, ഒന്നുമില്ല. മേരിയുടെ മാനസികാവസ്ഥ ശരിയല്ലായിരുന്നു, അതുകൊണ്ടാ. എടി മാഡത്തിനോട് ചൂടാവുന്നോടി. ആടിച്ചിന്റെ ആണപ്പല്ല് തെറിപ്പിക്കും ഞാൻ. നിന്റെ കളിയൊക്കെ നിന്റെ കോളനിയിൽ ഇത് വലിയ വലിയ ആൾക്കാരോട് സംസാരിക്കുമ്പോ അതിന്റെ മാന്യതയിലായിരിക്കണം. ഞാൻ എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞാണെന്ന് കരുതി മേഡം അങ്ങ് വിട്ടേക്ക്. എന്റെ മുടിയിൽ ആരെങ്കിലും തൊട്ടാലേ പെട്ടെന്ന് ദേഷ്യം വരും. ഓക്കെ ലിവ് ഇറ്റ്. അതെ, നമ്മള് ഒന്നിച്ച് നിക്കേണ്ടവരാ. അതെ, ആ കുഞ്ഞെവിടെ? കുഞ്ഞെന്റെ ഒരു ബന്ധു വീട്ടിലുണ്ട് മേഡം. അവിടെ ഒരു പെങ്കൊച്ചുണ്ട്. അവള് നോക്കിക്കോളും. പിന്നെ ഞാൻ എല്ലാ ദിവസവും പോയി കാര്യങ്ങൾ നോക്കുന്നുണ്ട്. 1-2 ആൾക്കാരുമായി സംസാരിച്ചിട്ടുമുണ്ട്. നല്ല വില കിട്ടിയാലല്ലേ മേഡം കൊടുക്കാൻ പറ്റുള്ളൂ. ആർക്ക് കൊടുത്താലും മേഡത്തിനെ അറിയിക്കും. അത് മതി. നേരത്തെ പറഞ്ഞതുപോലെ വയലൊരു വീട്ടിലൊന്നും കൊണ്ട് കൊടുത്തേക്കരുത് കേട്ടോ. ഇത്തിരി കാശ് കൂടി നിങ്ങൾക്ക് തരണമെന്നുണ്ട്. അത് ഞാൻ തരികയും ചെയ്യും. സന്ധ്യ വരെ നമ്മൾ വെള്ളം കോരിയിട്ടെ അവസാനം കൊണ്ട് കല ഉടച്ചു എന്ന് വരരുത്. അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. മാഡം ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങൾ മാഡത്തിന്റെ കൂടെ തന്നെ ഉണ്ട്. അതിൽ മാഡത്തിന് ഒരു സംശയവും വേണ്ട. അല്ലടി മേരി? അതെ, പിന്നെ അല്ലാതെ. നീ ഒറ്റ ഒരുത്തി കാരണോ ഞാൻ ഇതിനെല്ലാം കൂടെ ചാടി ഇറങ്ങിയത്. ഇപ്പൊ വേണ്ടായിരുന്നു തോന്നുന്നു. ഒറ്റ ദിവസം പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. ഡോക്ടർ എന്നെ കുറ്റം പറയുന്ന എന്തിന്? ഞാനല്ലല്ലോ ഡോക്ടർ ഇതുവെന്ന് പറഞ്ഞത്. മതികല മേഡമല്ലേ എല്ലാം പറഞ്ഞത്. ഡോക്ടർ എല്ലാം സമ്മതിക്കുകയും ചെയ്തു. എല്ലാം സമ്മതിച്ചു. ഇതെങ്ങാനും പുറത്തറിഞ്ഞാലുണ്ടല്ലോ പിന്നെ എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റുമോ? പത്രക്കാരും പോലീസും ഓർത്തിട്ട് എന്നെ പേടിയാവുന്നു. നീ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാതെ. ഇന്നലെ രാത്രിയും കൂടി ഞാൻ ആലോചിച്ചതാ എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന്. എന്ത് സംഭവിച്ചാലും വേണ്ടില്ലാന്ന്. കുഞ്ഞു മരിച്ചു എന്ന് കേട്ടപ്പോ അവരുടെ കരച്ചിൽ കണ്ടില്ലായിരുന്നു. സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അത്. അവരുടെ കുഞ്ഞിനെയാണ് ബാലചന്ദ്രനും സീതയെ വളർത്തുന്നുവെന്നും ബാലന്റെയും സീതയുടെയും കുഞ്ഞ് മറ്റെവിടെ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടിയേനെ. നീ പറയുന്നതൊക്കെ ശരിയാ, മനസ്സിന് സമാധാനം കിട്ടും. പക്ഷെ ആ മതികല മേഡത്തിന്റെ കൂടെ വരുന്ന ഒരുത്തരുണ്ടല്ലോ, അവരൊക്കെ വലിയ കുഴപ്പക്കാരാ. ചിലപ്പോ നമ്മളെ കൊന്നുകളയും. നീ എന്നോട് പറഞ്ഞത് പോട്ടെ, മേലിൽ ഇങ്ങനെ ഒരു തോന്നൽ നിനക്കുണ്ടായെന്ന് മതികലയോട് പറയരുത്. നേരത്തെ എത്തിയായിരുന്നോ? എന്തിനാ മാഡം കാണുമെന്ന് പറഞ്ഞത്? ഇങ്ങനെ എപ്പോഴും വിളിച്ചു വരുത്തല്ലേ. നിങ്ങളല്ലേ ആശുപത്രിയിൽ ഒന്ന് കാണരുതെന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ എവിടെയെങ്കിലും വെച്ച് കാര്യങ്ങൾ സംസാരിച്ചല്ലേ പറ്റൂ. ഫോണിലൂടെയുള്ള സംസാരം അത്ര സേഫ് അല്ല. മാഡത്തിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രോബ്ലം? അത് ചോദിക്കാനാ ഞാൻ നിങ്ങളെ വിളിച്ചത്. കൂടെ നടക്കുന്നവർക്ക് എപ്പോഴാ മനംമാറ്റം ഉണ്ടാവുന്നെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. ഡോക്ടറെ കാണാൻ മനസ്സിജം വന്നിരുന്നു? അതല്ലെങ്കിൽ മറ്റാരെങ്കിലും? ആ കള്ളം പിച്ചളെങ്ങാനും? ഇല്ല. എന്താ മാഡം? അല്ല, ഒന്നുമില്ല. മരിച്ചുപോയ കുഞ്ഞിന്റെ ബോഡി എവിടെയെന്നൊക്കെ ചോദിച്ചു വന്നേക്കും. അപ്പോ വിശ്വാസയോഗ്യമായ എന്തെങ്കിലും മറുപടി പറഞ്ഞങ്ങ് ഒഴിവാക്കിയേക്കണം. എന്റെ കൈയും കാലും തളരുന്നു. എന്തെങ്കിലും കുഴപ്പമായോ മാഡം?
അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ ഇവിടുന്ന് നാട് വിട്ടു പോവാനാ. നിങ്ങൾ ഇങ്ങനെ പേടിക്കാതെ. നിങ്ങൾ പറയുന്ന മറുപടി വിശ്വസിച്ച് അവരങ്ങ് പൊയ്ക്കോളും. ദേ, കൂടുതൽ വല്ലതും ചോദിച്ചാ ഷാർപ്പായി മറുപടി പറഞ്ഞങ്ങ് വിട്ടാ മതി. ഇനി വന്നേക്കരുതെന്നും പറഞ്ഞ് പിന്നെ വരത്തില്ല. അറിയാത്ത ഒരു ഉൾഭയം എനിക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കണ്ടതും ഒപ്പം ഉണ്ടെന്ന് ഉറപ്പിച്ചതും. ധൈര്യമായിട്ടിരിക്കെ, ഒന്നും സംഭവിക്കില്ല. ദേ, നിന്നെ തേടിയും വന്നേക്കും. ചിലപ്പോ സെന്റിമെന്റ്സ് പറയും, കരയും. ഞങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഒന്നും നിനക്കറിയത്തില്ല, കേട്ടല്ലോ. പിന്നെ നിന്റെ വീട്ടില് അമ്മയും അനിയത്തിമാരും മാത്രമല്ലേ ഉള്ളൂ. തിരിച്ചു ചെല്ലുമ്പോ അവരതുപോലെ തന്നെ അവിടെ കാണണ്ടേ? ആ മാഡം പ്ലീസ് എന്നെ ഭയപ്പെടുത്തരുത്. ഞാനായിട്ടൊന്നും പറയത്തില്ല. ശരി. വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. നീ വെയിറ്റ് ചെയ്യരുത്. ഇപ്പൊ പൊയ്ക്കോളണം. ഓ ഇതന്നെ മയിലമ്മ പിന്നെയും വണ്ടി മേടിച്ചോ? ആ വന്നോ? മയിലമ്മ വരാൻ പറഞ്ഞിരുന്നു. ആ ഒരു കാര്യമുണ്ട്. എന്നെ കാര്യം അമ്മച്ചി? പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അമ്മച്ചി എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓ എന്റെ പൊന്ന അഭിവന്ദ്യ മാതാശ്രീ, കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യമൊക്കെ മാഡം പറയും. എങ്കിൽ പിന്നെ നിങ്ങളുടെ മാഡത്തിന് വിളിക്കും. ഒരു കള്ളന്റെ സമയം വളരെ വിലപ്പെട്ടത്. അയ്യോ, നീ ഇനി ഏത് ഭണ്ഡാരം കുത്തിപ്പൊളിക്കാനാ പോകുന്നത്? തീരുമാനിച്ചില്ല. കൂടുതൽ കോടീശ്വരനായ ദൈവം ആരാണെന്ന് നോക്കണം. എന്നിട്ട് വേണം. മൈലമ്മേ, കൊച്ചേ, ദേ പിത്തള വന്നിരിക്കുന്നു. ആ ബായ്, ഞാൻ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഇല്ലല്ല, എന്നതാണ് കാര്യം എന്നൊന്നും മൈലമ്മ പറഞ്ഞില്ല. ദേ മൈലമ്മ വന്നു. ആരാ? മനസ്സ് ജണ്ണനാ? അതെ, മൈലമ്മയുടെ മനസ്സ് ജണ്ണൻ തന്നെ. മനസ്സ് ജണ്ണ, ഒരു ചിന്ന സർപ്രൈസ്. അതെന്താണെന്ന് നേരിട്ട് കാണുമ്പോ അറിഞ്ഞാ മതി. എന്താണെന്ന് എനിക്കും പിടിയില്ല ബായ്. ഞാൻ വിളിക്കാം. വക്കീലെണ്ണ അത് എടുങ്ക. പിച്ചളേണ്ണ ഒന്ന് കണ്ണടച്ചു നിന്ന്. കള്ളൻ കണ്ണടയ്ക്കാറില്ല മൈലമ്മേ. മറ്റുള്ളവരുടെ കണ്ണ് കെട്ടാറേ ഉള്ളൂ. ഈ കള്ളൻ തൽക്കാലം എന്റെ മുന്നിലൊന്ന് കണ്ണടച്ചോ. ശരി, മൈലമ്മയുടെ ആഗ്രഹം. ഇനി കണ്ണടച്ചില്ല എന്ന് വേണ്ട. ഇനി കണ്ണു തുറന്നോ. ഇത് ഏത് ബാങ്കിന്റെ താക്കോല? ബാങ്കിന്റെ ലോക്കറിന്റെ ഒന്നും അല്ല, ഈ കിടക്കുന്ന കാറിന്റെയാ. എനിക്കെന്തിനാ കാറ്? അയ്യോടാ, നിനക്കല്ല, മനസ്സിജൻ കൊച്ചനുള്ളതാ. എന്റെ മയിലുമോള് മേടിച്ചതാ. ഇതൊരു വലിയ സഹായമായി പോയി മൈലമ്മ. നിലയില്ലാ കയത്തിൽ മുങ്ങിത്താന്നുകൊണ്ടിരിക്കുകയായിരുന്നു മനസ്സുജമ്പായി. ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു കയറാൻ ഇത് സഹായിക്കും. വണ്ടിയുടെ പെർമിറ്റും പേപ്പറും ഒക്കെ ശരിയാക്കാനുണ്ട്. കുറച്ച് പാച്ച് വർക്കും ഉണ്ട്. മനസ്സുജണ്ണനെ ഏൽപ്പിച്ചാ മതി, അണ്ണൻ ചെയ്തോളൂ. എന്തായാലും ഇതൊരു 1.5 സർപ്രൈസ് ആയി പോയി. അല്ല ബായ്, ഈ മയിലമ്മ വല്ലാത്തൊരു അത്ഭുതം തന്നെ. പഴയ ഒരു കാറാണെങ്കിലെന്താ, നിന്ന നിൽപ്പിൽ സങ്കടിപ്പിച്ചില്ല ഒരെണ്ണം. നമ്മളറിയാത്ത ഒരുപാട് നല്ല ബന്ധങ്ങൾ മൈലമ്മയ്ക്കുണ്ട്. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള, അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ട്. ആ കാർ എന്നു മുതൽ സ്റ്റാൻഡിൽ ഇറക്കാൻ പറ്റും? പെർമിറ്റിനുള്ള പേപ്പറുകളൊന്ന് ശരിയാക്കിയാൽ അത് മതിയാവും. പിന്നെ യൂണിയൻകാരോടും സംസാരിക്കുകയും വേണം. തൊഴിലാളികൾക്ക് തൊഴിലില്ലെങ്കിൽ എന്താ, ഇഷ്ടം പോലെ തൊഴിലാളി യൂണിയനുകളുണ്ടല്ലോ. സത്യം പറഞ്ഞാ ഞങ്ങൾ കള്ളന്മാർക്ക് യൂണിയൻ ഇല്ലാത്തതുള്ളൂ അല്ല ബായി? അങ്ങനെ പറയാനും പറ്റില്ലല്ലോ, അതാണല്ലോ രാഷ്ട്രീയം. പിച്ചളയ്ക്ക് രാഷ്ട്രീയക്കാരോട് വലിയ വൈരാഗ്യം അല്ലയോ? ബായി ഒന്ന് ചിന്തിച്ചു നോക്കിയ,
ഈ രാഷ്ട്രീയക്കാര് നേരാവണ്ണം നാട് ഭരിച്ചിരുന്നെങ്കിൽ ഇവിടെ കള്ളന്മാരുണ്ടാവുമായിരുന്നോ? ശരീരം വിറ്റ് ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുണ്ടാവുമായിരുന്നോ? കടം കയറി കുടുംബങ്ങൾ കൂട്ട ആത്മഹത്യ ചെയ്യായിരുന്നോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് മാവേലി നാട് ഭരിച്ചിരുന്നപ്പം മനുഷ്യരെല്ലാം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നത്? കള്ളവുമില്ല, ചതിയില്ല, കള്ളനും ഇല്ലായിരുന്നു. ആ മാവേലിക്ക് ഭരിക്കാൻ അറിയായിരുന്നു. മാവേലി ഭരിച്ചത് പ്രജകൾക്ക് വേണ്ടിയായിരുന്നു, അല്ലാതെ കുടുംബക്കാർക്ക് വേണ്ടിയല്ല. സത്യത്തിൽ നമ്മളെ മയിലമ്മേനെ മുഖ്യമന്ത്രിയാക്കണ്ട്. അല്ലെങ്കിൽ ഞാൻ പിച്ചളയ്ക്ക് മൈലമ്മയെ മുഖ്യമന്ത്രിയാക്കാൻ വലിയ താല്പര്യമാണല്ലോ. ആ, അതെനിക്കറിയാം. പിന്നെ ധൈര്യമായിട്ട് കേരളം മുഴുവൻ നടന്ന് മോഷ്ടിക്കാമല്ലോ അല്ലേ? അതല്ല ബായി, മയിലമ്മ മിടിക്കല്ലേ. എപ്പ കണ്ടാലും ഒരു ദേവി ചൈതന്യല്ലേ, അണിഞ്ഞൊരുങ്ങി വരുന്ന ഭഗവതിയെ പോലെ. ആ, അത് പിച്ചളയ്ക്ക് തോന്നും. ആ, നമുക്കിഷ്ടമുള്ളവരെ നമുക്ക് ഭഗവതി മാലാകയൊക്കെ ആയിട്ട് തോന്നുള്ളൂ ബായി. ഒന്ന് ചുമ്മാതിരിക്കു ബായി. നമ്മളൊരു പാവം, അതൊരു പാവം കൊച്ചു. പിച്ചളുടെ ഭഗവതി ദേ കാർ ഓടിച്ചു വരുന്നു. ഒന്ന് പോവായി. என்ன മനസ്സ് ജന നമ്മ കാർ ഇട്ടിട്ട് പിച്ചള എണ്ണന്റെ കൂടെ പച്ചക്കറി കച്ചവടം തുടങ്ങിയോ? കാറ് കള്ളന്മാര് കൊണ്ടുപോയി. ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ ഇവിടെ തന്നെയല്ലേ, പിന്നെന്താ? കാറ് പെർമിറ്റ് ശരിയാക്കിട്ട് എടുക്കാന്ന് വെച്ചു മൈലമ്മേ. 2 ദിവസത്തിനകത്ത് എല്ലാം ശരിയാവും. ഓ, വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് മനസ്സ് ജണ്ണന് വേറെന്തെങ്കിലും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജോലി മതിയായിരുന്നു. മെച്ചപ്പെട്ട ജോലി എന്ന് പറഞ്ഞാ പിന്നെ എന്റെ കൂടെ കൂടുക നല്ലത്. എന്തിന്? പച്ചക്കറി വേണ്ടി ഉന്താനോ? ഭണ്ഡാരം പൊട്ടിക്കൽ ഒരു സാമൂഹ്യ പ്രവർത്തനമാവും. ഉള്ള കിടക്കുകയും ചെയ്യും. കുട്ടിമണിയെ കൊണ്ടുവന്ന് കാറ് കാണിച്ചു അണ്ണാ. എന്തു പറഞ്ഞു, ഇഷ്ടായോ? ആ, വന്ന് കണ്ടു. അവളുടെ മനസ്സിനൊരു വെളിച്ചം വന്നാ മതിയായിരുന്നു മൈലമ്മേ. അവള് പഴയതുപോലെ ചിരിച്ചും കളിച്ചും കണ്ടാ മതിയായിരുന്നു. ഒക്കെ ശരിയാവും. എല്ലാം ആണ്ടവൻ നടത്തി തരും. അണ്ണൻ ധൈര്യമായിട്ടിരിക്കും. ബായോട് ഞാനും പറഞ്ഞു, വേണമെങ്കിൽ ഒരു കുഞ്ഞിനെ മോഷ്ടിച്ചു കൊണ്ട് കൊടുക്കാം. എന്തിനാ വേറൊരമ്മ കൂടി കുട്ടിമണിയുടെ അവസ്ഥയിലാവാനും? അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും അരുത്. എല്ലാം ആണ്ടവൻ ശരിയാക്കി തരും. അതാരാ? സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ, അയ്യനല്ലാതൊരു ശരണമില്ലയ്യപ്പ. സ്വാമി ഒറ്റ വെടിക്ക് 3 പക്ഷിയാണ്. ഇതെന്തോന്ന്? തമിഴ്നാട് കേരള ഇന്റർസ്റ്റേറ്റ് കോർണർ മീറ്റിംഗ്. ജീപ്പ് സൈഡിലോട്ട് ഒതുക്കുന്നു. പോലീസ് വണ്ടി. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. തമിഴ്നാട് തലേവി ചാൾസ് ശോഭരാജ്, കഥാനായകനും വില്ലനും വന്നു. നീ എന്താ പറഞ്ഞേ? എന്താടാ നീ പറഞ്ഞേ? നീ എന്താ പറഞ്ഞെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അല്ല, എന്തോ പെരുവിർത്തു നീ. അല്ല സാറിന് ഈ കാക്കി ഉടുപ്പിനേക്കാളും നല്ലത് കളർ ഉടുപ്പാന്ന് പറയായിരുന്നു. സത്യം, സാർ ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞ് എല്ലാ പോലീസുകാർക്കും കളർ ഉടുപ്പാക്കിക്കൂടെ? കാണാൻ നല്ല ഭംഗിയായിരിക്കും. കാക്കിയിട്ടവരുടെ കൂത്തുകളൊന്ന് പത്രക്കാരെ എഴുതത്തുമില്ല. ഡാടാ, ഒരുപാടങ്ങ് പറഞ്ഞു കയറി പോവല്ലേ സാറേ. പിച്ചളല്ലേ സാറേ, വിട്ടേക്ക് സാറേ. കാര്യം കള്ളനാണെങ്കിലും ഇവൻ അന്ന് കിട്ടുന്നില്ലേ ആ കാപ്പി, അത് കൊള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോ പോട്ടേന്ന് വെച്ചു. മൈലമ്മേ, കള്ളന് കഞ്ഞി വെച്ചവനെന്നാ സാധാരണ പറയാറ്. ഇതിപ്പോ പോലീസിന് കള്ളൻ കാപ്പി വെച്ചു എന്ന് പുതിയൊരു പഴഞ്ചൊല്ലാവും. എന്ത് പഴഞ്ചൊല്ല്? കള്ളനും പോലീസും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാ. അല്ല സാറേ? നീ എന്റെ ഇടിമടിക്കും കേട്ടാ. പിച്ചളേണ്ട, സത്തം പോടാതെ. എനിക്ക് സാറിനോട് ചിലത് ചോദിക്കാനുണ്ട്. എന്നാ തമിഴ്നാട് പറവയ്ക്ക് എന്നോട് ചോദിക്കാനുള്ളത്? അല്ല സർ, വയലോരം വീട്ടിലെ അമ്മയുടെ മരണക്കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നു. എന്നാര് പറഞ്ഞു? തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത சொன்னாங்களா? ഇല്ല സാർ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. ഡാടാ, വലിച്ച കോമഡി അടിച്ചാലേ ടൊമാറ്റോ കൊല്ലുന്നില്ലേ? എന്തായിരുന്നു എല്ലാവരും കൂടെ ഇവിടെ മീറ്റിംഗ്? ഞങ്ങള് ഞങ്ങളുടെ ഭാവിയെ കുറിച്ച്. പിന്നെ പെരുവഴിയിൽ വെച്ചിട്ടാണല്ലോ ഭാവി ചർച്ചകൾ. അതുകൊണ്ടാ നീയൊക്കെ പെരുവഴിയിലായപ്പോ. സാർ പ്ലീസ് പറയൂ, എന്തായി? നിങ്ങളെല്ലാവരെയും ഇങ്ങോട്ട് വിളിപ്പിക്കാനിരിക്കുകയായിരുന്നു. എന്താ സാർ, കാപ്പി ഉണ്ടാക്കാനാണോ? നിന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, നീ എന്റെ വാങ്ങിക്കുന്നു. നിന്നെ പോലീസിലെടുക്കാൻ എന്തോ വരുമോ? ശരിക്കും കുക്കായിട്ട് എന്നെ എടുത്തോ സാർ? എന്റെ പിച്ചള ഒന്നും മിണ്ടാതിരിക്കെ. സാർ, നീങ്ക சொல்லுங்க.
SIT എന്ന് കേട്ടിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ലേ സർ? കേട്ടിട്ടുണ്ട് സർ. ഇടുക്കി ഇവരുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ കൂടെ. SP യുടെ ഓർഡർ അനുസരിച്ച് ശാരദാമ്മ മർഡർ കേസ് അന്വേഷിക്കാൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട്. ആണോ സാറേ? ഇന്നു മുതൽ തുടങ്ങാനെന്നൊന്നും ഉത്സവം. എടാ, ഒരു ടീം ഫോം ആയിട്ടുണ്ട് എന്റെ നേതൃത്വത്തിൽ. അവർ ഇൻവെസ്റ്റിഗേഷൻ ഇന്ന് തന്നെ തുടങ്ങും. ഓ, സാറിന്റെ നേതൃത്വത്തിൽ തന്നെയല്ലോ? അതെന്താടാ എന്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ നിനക്കൊരു ആക്കുന്ന സ്റ്റൈൽ? അയ്യോ അല്ല, ഞങ്ങക്ക് വിശ്വാസമാണ്. പിന്നെ സാറ് ചോദ്യം ചെയ്യണ രീതിയൊക്കെ ഞങ്ങൾക്ക് അറിയാലോ. പഴയ ചോദ്യം ചെയ്യലും മുറയൊന്നും ആയിരിക്കത്തില്ല. ഇറ്റ്സ് എ ഡിഫറെന്റ് ഫോം ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഏത് സമയത്തും നിങ്ങളെ വിളിപ്പിക്കാം, വിളിപ്പുറത്തുണ്ടാവാം. നമുക്ക് നോക്കാം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്ന്. മനസ്സിലാണ് പിച്ചിലാണ്. നോക്കിക്കോ, ഇനി മുതൽ നമ്മുടെ ശത്രുക്കൾ വീണു തുടങ്ങും. ഇനി മുതൽ നമ്മൾ ജയിച്ചു തുടങ്ങും. കത്തിയെടുക്കാതെ, രക്തം വീഴ്ത്താതെ വിജയം. പഴനിയാണ്ടവാ, നീതാൻ തോണ. അയ്യപ്പൻ കുട്ടി സാറിന്റെ പ്രത്യേക ഇൻട്രസ്റ്റിലാ ബാസ്റ്റനും വേലും ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് വന്നത്. അറിയാം മാഡം. അയ്യപ്പൻകുട്ടി സാറിന്റെ കൂടെ ഒരു അന്വേഷണത്തിന് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഹരമാണ്. ശരിക്കും അല്ല മാഡം, ഈ അയ്യപ്പൻകുട്ടി സാറിന്റെ പഴയ സ്വഭാവ ദൂഷ്യമൊക്കെ മാറിയോ? എന്ത് സ്വഭാവ ദൂഷ്യം? അല്ല, ചില കൈക്കൂലി ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം വരും, ചോദിച്ചാ മതി. അയ്യോ, നമ്മളില്ലേ. ശാരദാമ്മ മർഡർ കേസ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മ്യൂച്വൽ മർഡർ കേസാ. ബുദ്ധിമാന്യമുള്ളൊരു കുട്ടി സ്വന്തം അമ്മയെ കൊന്നു. തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയ ഏതോ ഒരു നിമിഷത്തിൽ. ഈ കേസ് അന്വേഷിക്കണമെന്ന് അയ്യപ്പൻകുട്ടി സാറിന് നിർബന്ധം തോന്നാൻ കാരണവും അത് തന്നെയാ. ബുദ്ധിയില്ലാത്ത ഒരാളെ മറപിടിച്ച് അതിബുദ്ധിമാനായ ഒരു ക്രിമിനൽ രക്ഷപ്പെട്ടിരിക്കുന്നു. കണ്ടുപിടിക്കണം. പ്രായമുള്ളൊരു സ്ത്രീയെ, അതും സാധാരണ ഒരു വീട്ടമ്മയെ കൊല്ലുകയെന്ന് വെച്ചാ? DYSP ജയസേനൻ സാറിന്റെ അനന്തരവള് ആ വീട്ടിലെ മരുമകളല്ലേ മാഡം? ബാസ്റ്റിൻ അതെങ്ങനെ അറിയാം? ആരോ പറഞ്ഞതാ. ആര്? അല്ല, ആരും പറഞ്ഞതല്ല. പിന്നെങ്ങനെ ബാസ്റ്റിൻ ഇക്കാര്യം അറിഞ്ഞു? അത് ഞാനിവിടെ വായിച്ചതാ. ഓക്കെ, ഞാൻ ഓർക്കുന്നു. ഈ ടീമിൽ ഞാനും ഉണ്ടെന്നറിഞ്ഞപ്പോൾ കേസിന്റെ ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ ഞാനൊന്ന് സ്റ്റഡി ചെയ്തിരുന്നു. അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷനാ. ഗുഡ് മോർണിംഗ് സർ. യെസ് സർ. ബാസ്റ്റിനും വേലും എത്തിയിട്ടുണ്ട്. ഇല്ല സർ, ഞാനിന്ന് സംസാരിച്ചിട്ടില്ല. അവര് ഫയൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ സർ. കലിയുഗവരദാ അയ്യപ്പ സ്വാമിയേ ഹരിഹരസൂനാനന്ദരിത്തനയ്യനേപ്പ സ്വാമിയേ ശരണമയ്യപ്പ. അത് ഞാൻ പറഞ്ഞോളാം. താനേ വളയം പിടിച്ചാൽ മതി. ഒരു മന്ത്രം ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറി ഉണ്ടാക്കാൻ പറ്റും. ശരി സാർ. ആദ്യം മുതൽ പറഞ്ഞേ പറ്റൂ. ഇനി സ്വാമിയേ കലിയുഗവരദനേ ഹരിഹരസൂനാനന്ദരിത്തനയ്യനേപ്പ സ്വാമിയേ ശരണയ്യപ്പ. ഭഗവാനെ, പുതിയ കേസിന്റെ തുടക്കമാണെന്ന് കുറച്ച് പാവങ്ങൾക്ക് വേണ്ടി, അവരെ ജയിപ്പിക്കാൻ വേണ്ടി നീ തേങ്ങ നിറച്ച് സത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് 18-ാം പടി ചവിട്ടിക്കൊള്ളാമേ. സത്യം വിളിച്ചെത്തുകൊണ്ട് വരണേ ഈശ്വരാ. ഹലോ, നമസ്കാരം സദാപുരൻ സാറേ. അല്ല, സോറി, സുധാകരൻ സാറേ. എന്ത്? നിങ്ങൾക്ക് പാർട്ടി സമ്മേളനത്തിന് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കലല്ല എൻ്റെ പണി. അല്ലാന്ന് താൻ ആരോടെ കണാപ്പെ പേടിപ്പിക്കുന്നത്? എടോ, 5 വോട്ടിന്റെ ബലത്തിൽ MLA ആയവൻ ഇങ്ങോട്ട് കയറി ഡയലോഗൂടെ മടരുതേ. പിന്നെ തനിക്ക് വണ്ടി വേണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്റെ വീട്ടിൽ പഴയൊരു ലാംഡ് സ്കൂട്ടർ കിടപ്പുണ്ട്. അതോടൊപ്പം താൻ പോയി പാർട്ടി സമ്മേളനം ഉണ്ടാക്ക്. വെച്ചിട്ട് പോടും. മനുഷ്യനെ ഒരു പ്രാവശ്യം മതി റെസ്പെക്ട്. 2-3 പ്രാവശ്യം മന്ത്രിമാർ കൊടുത്താൽ മതി. എനിക്കൊരൊറ്റ പ്രാവശ്യം മതി. മനസ്സിലായേ? സോ മുംതാസ് ബീഗം, ഞാനിപ്പോൾ SP കണ്ടിരുന്നു. ഇന്നു മുതൽ ഇൻവെസ്റ്റിഗേഷൻ ഓൺ ആണ്. ഞങ്ങൾ റെഡിയാണ് സർ. സർ, മുംതാസ് മാഡം ഒരു ശിവയെ കുറിച്ച് പറഞ്ഞു. അവനെ അങ്ങ് പൊക്കിയാലോ സർ? പിന്നെ താൻ കട്ടയും പ്രാസം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി അവനെ തൂക്കിയെടുക്കാൻ. എടോ, ഇത് ഇലക്ഷന്റെ ടൈമാണ്. ഏത് അണ്ടനും അടകോടനും ബലമുള്ള ടൈം. നമ്മൾ വില വരും ചാമ്പിയിട്ട് അവന്മാര് നമുക്ക് പണി തന്നു കഴിഞ്ഞാല് പിന്നെ ഈ യൂണിഫോം ഇടാനുള്ള ഭാഗ്യമൊന്നും കാണൂല. വല്ല സ്വർണ്ണക്കടയിലോ ഷോപ്പിംഗ് മാളിലോ സല്യൂട്ട് ഓടിച്ചോണ്ട് നിൽക്കാനേ പറ്റുള്ളൂ സെക്യൂരിറ്റി ആയിട്ട്. ഇപ്പൊ തന്നെ നമ്മുടെ സദാപുരൻ സാർ വിളിച്ചിരുന്നു. സുധാകരൻ MLA
പെർമിറ്റ് ഇല്ലാത്ത 4-5 ബസ്സുകൾ അങ്ങേർക്ക് വേണ്ടി തരപ്പെടുത്തി കൊടുക്കണമെന്ന് പാർട്ടി സമ്മേളനത്തിൽ. ഞാൻ 4-5 തെറി പറഞ്ഞിട്ടുണ്ട്. പണ്ട് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പോക്കറ്റ് അടിക്ക് പിടിച്ച കക്ഷിയാ. ഇപ്പൊ ഭയങ്കര ഡയലോഗാ. ബാസ്റ്റിൻ വേൽ സർ, നിങ്ങൾക്ക് തരാൻ പോകുന്ന അസൈൻമെന്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷൻ, നിരീക്ഷണം. 3 പേരെ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ചന്ദ്രു, മതികല, ശിവ. 3 ഡെവിൽസ്. നമുക്കത് ഭയങ്കര തലവേദനയായിരിക്കും. സ്റ്റിൽ വി ഹാവ് ടു. ഓക്കേ. ആ ചന്ദ്രു DYSP ജയസേനൻ സാറിന്റെ മകനല്ലേ സർ? മതികല മരുമകളും. എന്താടോ ബാസ്റ്റിൻ, തന്റെ നട്ടലിന് തരിപ്പ് തുടങ്ങി DYSP എന്ന് കേട്ടപ്പോ? അതല്ല സർ. എന്തല്ല സർ? അയ്യപ്പൻകുട്ടി കെട്ടുമുറുക്കിക്കൊണ്ടിറങ്ങിയാലേ മലയും ചവിട്ടിയിട്ട് തിരിച്ചു വരുന്നത്. 3 പേരെ ഒബ്സർവ് ചെയ്താൽ മാത്രം മതിയോ? ഒബ്സർവേഷൻ മാത്രം പോരാ. വി ഹാവ് ടു ഗെറ്റ് മാക്സിമം എവിഡൻസ് അഗൈൻസ്റ്റ് ദം. നിങ്ങളുടെ ടീം ലീഡ് ചെയ്യുന്നത് മുംതാസ് മാഡം ആയിരിക്കും. ഇരിക്കും. ഈ ചന്ദ്രു DYSPയുടെ മകനാണെങ്കിലും ആളൊരു ഡ്രഗ് കാരിയറാണ്. നമ്മൾ ആദ്യം സ്പോട്ട് ചെയ്യേണ്ട അവനെയാണ്. ബാംഗ്ലൂർ പോലീസിൽ നിന്ന് മാക്സിമം ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ചന്ദ്രു, പിന്നെ മതികല, പിന്നെ ശിവ. 30 ദിവസത്തെ ടൈമാണ് SP ത്യാഗരാജൻ സാർ തന്നിരിക്കുന്നത്. അതിനകം either black or white, we have to get them. Okay? അപ്പോൾ നാളെ മുതൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പരിസരമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ മീറ്റിംഗ് ആരെങ്കിലും കാണുന്നുണ്ടോന്ന്. ശരി. നമസ്കാരം മാഡം. ഹലോ. ഇതാണ് ഞാൻ പറഞ്ഞ ചന്ദ്രുവേട്ടൻ. ഓ, നമസ്കാരം. നമസ്കാരം. ജയസേനൻ സാറിന്റെ മൂത്ത മകനല്ലേ? അതെ അതെ. സഞ്ജുവിനെ എനിക്കറിയാം. നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കൂടുതലും ബാംഗ്ലൂരാ. ഓ, അത് ശരി. എന്തായി കാര്യങ്ങള്? കാര്യങ്ങൾ വിചാരിച്ചതിലും വേഗത്തിലാണ് പോകുന്നത് മാഡം. നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. CA അയ്യപ്പൻകുട്ടി അറിയാലോ. പുൽക്കൊടിയാണെങ്കിലും വൻ വൃക്ഷമാണെങ്കിലും വേരോടെ അയാൾ പിഴുതെടുക്കും. അയാൾ നമ്മുടെ കൂടെ നിൽക്കേണ്ട ആളായിരുന്നു. എന്തുകൊണ്ടായി മാറ്റം? അതാ മനസ്സിലാവാത്തത്. മനുഷ്യനല്ലേ, മനസ്സ് മാറാൻ അധികം സമയം വേണ്ടല്ലോ. മരിക്കാനും. ഈ അന്വേഷണ ചുമതലയിൽ നിന്നും അയ്യപ്പൻകുട്ടി സാറിനെ മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ താമസിയാതെ ഞാൻ പുറത്തു പോകേണ്ടി വരും. ഇന്നലെ തന്നെ ഫസ്റ്റ് മീറ്റിംഗ് ഞാൻ ഫോണിൽ ലൈവായി കേൾപ്പിച്ചത് എന്ത് റിസ്ക് എടുത്താണെന്നറിയാമോ? എപ്പോഴും നടക്കണമെന്നില്ല. എല്ലാവരുടെ ഫോൺ നമ്പരും ഭാര്യമാരുടെ നമ്പരും വരെ പുള്ളി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഫോണിൽ വിളിക്കില്ല. അത് കുഴപ്പമാവും. ആ ശിവയെ ഒന്ന് പറഞ്ഞു നിർത്തിക്കോ മാഡം. അവനിതിൽ ബന്ധമുണ്ടല്ലോ. കാരണം അവനെ ആയിരിക്കും ആദ്യം പൊക്കുന്നത്. അവനാണ് ആദ്യത്തെ സ്കെച്ച്. അവനിൽ നിന്നൊരു വര വരച്ചാ അത് നേരെ മാണിക്യമംഗലത്ത് വന്ന് നിൽക്കും. അവിടുന്ന് വയലോരത്തേക്ക്. വയലോരം വീട്ടിലെത്തുമ്പോഴേക്കും ആ വര ഒരു ചതുരമായി മാറും. അഴികളുള്ള ഒരു ചതുരക്കൂട്. ആ കൂടിനകത്ത് കുറ്റം ചെയ്തവർ ഉറപ്പായും ഉണ്ടാവും. സൂക്ഷിക്കണം. അപകടത്തിൽപ്പെട്ട് കുറച്ചു കാലം അയ്യപ്പൻകുട്ടി ആശുപത്രിയിലായാലോ? കേസ് അന്വേഷിക്കുന്നയാൾ മാറത്തില്ലേ? അയ്യപ്പൻകുട്ടിയുടെ ജാതകത്തിൽ ദശാപഹാരം തുടങ്ങി. ശാരദാമ്മയുടെ മരണം. ആ മരണത്തിന് പിറകെ പോകുന്നവർക്കൊക്കെ ദൈവം ഒരു വിധി വെച്ചിട്ടുണ്ട്. അത് അയ്യപ്പൻകുട്ടിക്കും കിട്ടും. ഓക്കെ സർ. ശരി. ബാലൻ എന്താ ഇത്ര താമസിക്കുന്നേ? ഒരാളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതല്ലേ അമ്മേ? എന്നാലും നേരം കുറെ ആയില്ലേ? വരട്ടെ. എന്തിനാ അമ്മ ഇത്ര ധൃതി പിടിക്കുന്നത്? എന്റെ കൊച്ചിന്റെ കാര്യത്തിലേ എനിക്ക് കുറച്ച് ധൃതിയാ. ഓ, അവളുടെ പേരിടലിന്റെ സമയം ഒന്ന് കുറിച്ച് കിട്ടിയാ മതിയായിരുന്നു. വാ. കുറുപ്പേട്ടന് ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പൊ തന്നെ തിരിച്ചു പോകേണ്ടതാ. വേറെ എവിടെ പോകാനുള്ളതാ. പെട്ടെന്ന് വിളക്ക് കത്തിച്ചു വെച്ചു. സമയം കുറിച്ച് നിന്നിട്ട് പോകാന്നാ പറഞ്ഞത്. ആ, ഒത്തിരി തിരക്കുണ്ട്. അതുകൊണ്ടാ. പിന്നെ മൊത്തത്തിൽ രാശിയും കൂടി നോക്കാമെന്ന് വെച്ചു. നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവല്ലേ. അപ്പൊ വേഗം ഒരു വിളക്ക് കത്തിച്ചു വെക്കും.
രാശി ഒന്ന് നോക്കി കുഞ്ഞിന്റെ പേരിടലിന് സമയവും കുറിച്ച് തന്നിട്ട് പോവാം. എന്താ? ഓ സന്തോഷം. സീതേ, നീ പെട്ടെന്നൊരു വിളക്കെടുത്ത് കത്തിച്ചു. വാ കുറുപ്പേട്ട. വരൂ. അതെ, ഞാൻ വേറൊന്നും കൊണ്ടല്ല സമയം നോക്കാമെന്ന് പറഞ്ഞതേ. ഒരു കുഞ്ഞു മരിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ എന്തെങ്കിലും ബാലാരിഷ്ടതകളോ മറ്റോ ഉണ്ടോന്നൊന്ന് അറിയണമല്ലോ. അത് ഉറപ്പായിട്ടും നോക്കണം. ഇല്ലെങ്കിലേ ഭാവിയിൽ അത് വലിയ പ്രശ്നമായി തീരും. ഭാവിയിൽ എന്ത് പ്രശ്നം? എന്തായാലും ഈ വീട്ടിലെ കുഞ്ഞല്ലേ മരിച്ചത്. അതെന്തായാലും എന്റെ കുഞ്ഞിനെ ദ്രോഹിക്കത്തില്ല, അതെനിക്ക് ഉറപ്പാ. ബാലനോട് ഒരു തർക്കത്തിനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ജോത്സ്യര് പറഞ്ഞപ്പോ ശരിയാണെന്ന് തോന്നി. ബാല, സ്വന്തം വീട്ടിൽ ജനിച്ച കുഞ്ഞാണെന്ന് പറഞ്ഞാലും അത് ഈ ഭൂമി ഒന്ന് കാണുന്നതിന് മുമ്പ് തിരിച്ചു പോകേണ്ടി വന്നില്ലേ? അപ്പോൾ അതിന്റെ വിഷമവും ദേഷ്യവും ഒക്കെ കാണും. ഈ കുഞ്ഞിനോട് അസൂയയും കാണും. ഞാനും നീയും ഒരുമിച്ച് വന്നു, നീ ഇവിടെ ഉണ്ട്, എനിക്ക് മാത്രം തിരിച്ചു പോരേണ്ടി വന്നു. അതാവും ആത്മാവിന്റെ ചിന്ത. അതുകൊണ്ട് ഒന്ന് രാശി നോക്കാം. കുഞ്ഞിനെ ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ. 3.5 വയസ്സുവരെ കുഞ്ഞിന് ഭയങ്കര ദോഷങ്ങളാണ്. എന്തെങ്കിലും വലിയ ദോഷങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് സൂക്ഷിക്കണം. സമയം ഒട്ടും ശരിയല്ല. കൃഷ്ണഭഗവാന്റെ ശൈശവകാലം അറിയത്തില്ലേ? എന്തെല്ലാം ശത്രുക്കളായിരുന്നു. പൂതന വരുന്നു, ശകടാസുരൻ വരുന്നു, ഏതെല്ലാം രീതി ജീവനെടുക്കാൻ ആളുകൾ വന്നു. ബാലൻ കേട്ടല്ലോ, കൊച്ചു കുഞ്ഞിന്റെ കാര്യമായി പറയുന്നത്. ഇത് തന്നെയാ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ വീട് മാറണമെന്ന്. ഈ വീട് മാറേണ്ട കാര്യമുണ്ടോ കുറുപ്പേട്ട? പറയുമ്പം ബാലന് ദേഷ്യം തോന്നരുത്. ഈ വീട് അത്ര നല്ല വീടല്ല. പടുമരണങ്ങൾ ഒരുപാട് നടന്ന വീടല്ലേ. അതിൻ്റെതായ കുഴപ്പങ്ങൾ മൊത്തം ഉണ്ട്. വീട് മാറിയാ നല്ലതായിരിക്കും. അതൊക്കെ ബാലന്റെ ഇഷ്ടം. ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞതാ ജോത്സ്യരെ, വീട് മാറാന്ന്. ബാലൻ സമ്മതിക്കുന്നില്ല. അല്ല, ഇതിപ്പോ സമയം എങ്ങനെയാ വന്നിരിക്കുന്നത്? എപ്പോഴാ പേരിടിയിൽ നടത്തേണ്ടത്? ഈ ഞായറാഴ്ചയല്ലേ 28? രാവിലെ 9:30-നും 10:30-നും മധ്യേയുള്ള മുഹൂർത്തം. ഈ മരിച്ചുപോയ കുഞ്ഞിനെ കൊണ്ട് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടോ ജോത്സ്യരെ? അതുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് ഉറക്കത്തിൽ ഞെട്ടലായും ഞെട്ടി ഉണർന്ന് കരച്ചിലായും ഒക്കെ കുഞ്ഞിന്റെ പിറകെ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം. എന്നുവെച്ചാ നൂല് ജപിച്ച് കെട്ടണം. എന്തായാലും 28 കഴിയട്ടെ, ഒരു ഏലസ് ജപിച്ചു തരാം. അത് കെട്ടിയാ മതി, പിന്നെ കുഴപ്പമുണ്ടാവില്ല. എങ്ങനെയേ എന്റെ പൊന്നുപോലെ, എന്റെ കുഞ്ഞുവാനി എന്നെ ഇതാരാ ഇപ്പൊ ഇവിടെ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് രാമരാമൻ പാടുന്നേ? കുറുപ്പേട്ട, ഇതാ എന്റെ പെങ്ങള്. ഓ, വയ്യാത്ത കുട്ടി. ഇതിന്റെ കുഞ്ഞാണല്ലേ? അതെ. എന്നതാ ഇവിടെ? എന്നാ സംഭവന ഇവിടെ നടക്കുന്നേ? ഒന്നുമില്ല മോളെ, മോൾ അപ്പുറത്ത് പോയിരുന്ന് കളിച്ചോ. ആ, ഞാനേ എന്റെ കുഞ്ഞുമണിയോടെ ഒരു രഹസ്യം പറയാൻ പോവായിരുന്നു. അന്നേരാ ഇത് കണ്ടത്. ഓ, ഞാനങ്ങ് പോയേക്കാം. ഞാൻ എന്തിനാ എന്താ കുട്ടി ഇത്? എന്തൊരു അപശകുനോ ഇത്? കണ്ടോ കണ്ടോ, ഒരു കാര്യം നോക്കി ജോത്സ്യര് പറഞ്ഞോണ്ടിരുന്നതാ. എന്നാലും കുട്ടിമണി, ഇവിടെ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന കുട്ടിമണിക്ക് കാണത്തില്ലായിരുന്നോ? എന്ത് പണിയാ മോളി കാണിച്ചത്? കുഞ്ഞു അവയുടെ പേരിടുന്നതിനായിട്ട് സമയം നോക്കാൻ ജോത്സ്യം വന്നതാ. കുട്ടിമണിക്ക് എന്ത് കുഞ്ഞുവാവാ? കുട്ടിമണിക്ക് കുഞ്ഞുമണിയല്ലേ വലുത്. ബാല, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതത്ര നല്ല ലക്ഷണമല്ല കേട്ടോ. വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നിമിത്തം വളരെ കൃത്യമാ. മരിച്ച കുഞ്ഞിന്റെ ദോഷമുണ്ട്, വളരെ സൂക്ഷിക്കണം. സാരമില്ല, പോട്ടെ. ബാലന് പിന്നെ ഒന്നും സാരമില്ലല്ലോ. ബാല, എന്നെ ഒന്ന് അങ്ങോട്ട് വിടാൻ പറ്റുമോ? ഞാൻ എന്നാ നീങ്ങ്. ജോത്സ്യരും പോകുന്നത് കണ്ടില്ലേ? അപ്പൊ എന്തോ കുഴപ്പമുണ്ട്.